എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ 10 വർഷത്തിന് ശേഷമുള്ള ഒരു കാഴ്ചയായിരിക്കും കാണിക്കുക. ഇവിടെ ഒരുപാട് മെച്ചുറായ പ്രായപൂർത്തി എത്തിയ നമ്മുടെ ട്രങ്ക്സ് ആണെങ്കിൽ അവന്റെ പേടകത്തിൽ ഇപ്പോ ചീച്ചിയുടെ വീട് ലക്ഷ്യമാക്കി ഫ്ലൈ ചെയ്ത് പോവാണ്. അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും അവന്റെ ആ പേടകത്തിന്റെ ഗ്യാസ് തീർന്നുപോയി എന്ന കാര്യം അവൻ മനസ്സിലാക്കുക. ഓ നോ, നാശം, ഗ്യാസ് തീരാൻ കണ്ട സമയം എന്ന് പറഞ്ഞ് അവനത് ക്യാപ്സ്യൂളാക്കി മാറ്റി ഇപ്പൊ പറന്നു പോകും. ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം 10 വർഷത്തിന് ശേഷം വീണ്ടും ആ വേൾഡ് മാർഷൽ ആർട്സ് മത്സരം നടക്കാൻ പോവുകയാണ്. ജൂനിയർ വിഭാഗത്തിൽ നിന്ന് അവരാഗ്രഹിച്ച സീനിയർ വിഭാഗത്തിലേക്കാണ് അവരെല്ലാവരും മത്സരിക്കാനായിട്ട് തയ്യാറാവുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഗോകുവിന്റെയും ചീച്ചിയുടെയും ഗോട്ടന്റെയും ഗോഹാന്റെയും വീട്ടിലേക്ക് വരും. ഡോർ നോക്ക് ചെയ്യും. അവൻ മുകളിലായിട്ട് ചീച്ചിയാണെങ്കിൽ അവനെ കൈവീശി കാണിക്കും, ഹലോ ഞാൻ ഇവിടെയുണ്ട്. ഉടനെ ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനെ കുറിച്ച് ചോദിക്കും. അതിനവള് പറയും ഗോകുവിനോടൊപ്പം ഗോട്ടൻ പുറത്തേക്ക് പോയതാണ്. എവിടേക്കാണ് പോയെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ ഗോഹാനോട് ചോദിക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും. ഗോഹാൻ എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ. അതിനവൻ പറയും അതെനിക്കറിയാം, ഞാൻ അവനോട് ചോദിച്ചോളാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കടന്നു പോകും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ട്രങ്ക്സ് ആണെങ്കിൽ ഗോഹാന്റെ വീട്ടിലേക്ക് വന്ന് ഡോർ നോക്ക് ചെയ്യും. പക്ഷെ ഡോർ ആണെങ്കിൽ തുറന്നു കിടക്കുകയാണ്. അവനകത്തേക്ക് വരുമ്പോഴായിരിക്കും ഗോഹാന്റെ വിടലിന്റെ വെഡ്ഡിംഗ് പിക്ചർ അതവിടെ കാണുക. അവൻ ആ വീടിന്റെ ലൈബ്രറി ഭാഗത്തേക്ക് കടന്നു വരും. അപ്പോഴായിരിക്കും ലാഡറിന്റെ മുകളിൽ നിൽക്കുന്ന ഗോഹാനെ ട്രങ്ക്സ് ശ്രദ്ധിക്കുക. വാവ്, നിന്റെ ഈ ഒരു മുറി അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും ബുക്സ് ഒക്കെ നീ എങ്ങനെ വായിക്കുന്നു ഗോഹാൻ എന്ന് ട്രങ്ക്സ് ചോദിക്കും. അതിന് ഗോഹാൻ പറയും, എനിക്ക് ബുക്സുകൾ വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഈ ബുക്സ് ഒന്ന് താഴേക്ക് വെക്കാമോ? ട്രങ്ക്സ് ആണെങ്കിൽ അത് കേട്ട് ആ ബുക്സ് എടുത്ത് താഴേക്ക് വെക്കും. ഓ നോ, ഇതിന് ഭയങ്കര ഭാരമാണ്. നീ ഇപ്പൊ ശരിക്കും ഒരു പുസ്തകപ്പുഴുവായെന്ന് പറയും. ഞാനാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഉടനെ വിടലാണെങ്കിൽ അവളുടെ മകളുടെ പേര് വിളിച്ച് അവിടേക്ക് കടന്നു വരും. വിടലാണെങ്കിൽ ട്രങ്ക്സിനെ കണ്ട് ഹാപ്പി ആവും. ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയോ എന്ന് ട്രങ്ക്സ് ചോദിക്കും. അതിനവള് പറയും, ഒരിക്കലും ഇല്ല, നീ ഇവിടേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതിരിക്കട്ടെ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും ടിവിയിൽ സെയ്റ്റാന്റെ ഷോ കാണുക. താനാണ് വേൾഡ് ചാമ്പ്യൻ, സോ എന്നോട് മത്സരിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞ് ആളങ്ങനെ ഷോ കാണിച്ചുകൊണ്ടേയിരിക്കും. വിടലാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാണ്. അവിടെ മുൻപിൽ വെച്ച് എല്ലാവരെയും നാറ്റിക്കും. എന്നിട്ട് സ്വന്തമായിട്ട് വേൾഡ് ചാമ്പ്യൻ ആണെന്ന് പറയും. ട്രങ്ക്സ് ആണെങ്കിൽ അവളോട് പറയും, ഒരു കണക്കിന് നിന്റെ അച്ഛൻ തന്നെയാണ് എല്ലാവരെയും രക്ഷിച്ചത്. അതിനവള് പറയും, സത്യം എല്ലാവർക്കും അറിയാം, എന്റെ അച്ഛൻ അതിലൊരു പാർട്ടേ അല്ല. ടിക്കട്ടെ, നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ട്രങ്ക്സ് പറയും, ഞാൻ ഗോട്ടനെ അന്വേഷിച്ചാണ് നിന്റെ വീട്ടിലേക്ക് ആദ്യം പോയത്, പക്ഷെ അവനവിടെ കണ്ടില്ല. അതിന് ഗോഹാൻ പറയും, ഗോട്ടനും അച്ഛനും നിന്റെ പാരന്റ്സും എല്ലാവരും ആ ട്രെയിനിങ് സ്ഥലത്തുണ്ട്. അവരവിടേക്ക് പോയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ട്രങ്ക്സ് ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ അവിടേക്ക് പോവാണ്. കട്ട് ചെയ്ത ട്രെയിനിങ് നടക്കുന്ന ഒരു സ്ഥലം കാണിക്കും. അവിടേക്ക് ട്രങ്ക്സ് കടന്നു വരും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ഗോകുവും ഗോട്ടനും അവർ രണ്ടുപേരും ഒരിഞ്ഞ അട്ടിയിടി ബഹളം. അത് കണ്ട് ബുൽമയും അവിടേക്ക് കടന്നു വരികയാണ്. ഓ, ഗോട്ടൻ വളരെയധികം പവർഫുൾ ആയിരിക്കുകയാണ്. അവനെ കാണാനും അവന്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന് പറയും. ഗോകു ആണെങ്കിൽ ബുൽമയെയും വജീറ്റയും കാണേണ്ട താമസം. നിങ്ങൾ കണ്ടിട്ട് ഒരുപാടായല്ലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരും. ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെടും, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളോട് നിനക്ക് യാതൊരു സ്നേഹവും ഇല്ല. ഞങ്ങളെ കാണാനോ അവരോട് സംസാരിക്കാനോ നീ വരാറില്ല. എപ്പോഴും ഞങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് പറയും. അതിന് ഗോകു പറയും, അയ്യോ അങ്ങനെയൊന്നുമില്ല, 5 വർഷങ്ങൾക്ക് മുൻപല്ലേ നമ്മൾ കണ്ടത്. അത് കേട്ട് അവൾ ഞെട്ടും. 5 വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടത്, അങ്ങനെ വേണം പറയാൻ. ആണെങ്കിൽ അവൾ ദേഷ്യപ്പെടുമ്പോൾ അവളെ ശ്രദ്ധിച്ചൊന്ന് നോക്കി ചിരിക്കും. നിന്റെ മുഖത്ത് ചുളിവുകൾ വീണിട്ടുണ്ട്. അതിനവൾ ദേഷ്യപ്പെടും. എന്നെ കാണുമ്പോൾ എല്ലാവരും ഞാൻ സുന്ദരിയാണെന്നാണ് പറയുന്നത്. നീ ഒരു സയാൻ വംശജനായതുകൊണ്ടുള്ള അഹങ്കാരമല്ല. അടുത്ത തവണ ഷെൽട്രോണോട് പറഞ്ഞ് ഞാൻ എന്റെ പ്രായം അത് ഉറപ്പായാലും കുറയ്ക്കും. നിങ്ങൾ സയാൻ വംശജർക്ക് പ്രായമാവില്ല, അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്കെന്ന് പറയും. വജീറ്റി ആണെങ്കിൽ അത് കേട്ട് ദേഷ്യപ്പെടും. ഞങ്ങൾ ധീരന്മാരാണ്, ഞങ്ങളുടെ പ്രായം വർദ്ധിക്കില്ല. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഗോകു, നീ ഇത്തവണ വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ? അതിന് ഗോകു പറയും, അതെ, ഇന്നലെയാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇത്തവണ മത്സരിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മത്സരിക്കാമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. വജീറ്റി ആണെങ്കിൽ അത് കേട്ട് അവനോട് പറയും, അത്തരത്തിൽ വലിയ പവർഫുള്ളായ ആൾക്കാരൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ആരുടെയും പവർ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കേട്ട് ഗോകു ശരിക്കും, അതെ, എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് വലിയ പവറൊന്നും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അവരവരുടെ പവറൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. എന്തായാലും മത്സരിക്കാൻ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ പവർഫുള്ളായ ആൾക്കാരുണ്ടാവും. നമുക്കിതൊരു ട്രെയിനിങ് എടുക്കാൻ പറ്റിയ അവസരമാണ്. വജീറ്റ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇത്തവണ പവർഫുൾ ആയിട്ടുള്ള ആരോ ഒരാൾ ഇവിടേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഭൂമിയിലുള്ള ആൾ തന്നെയാണെന്ന് പറയും. വജീറ്റയ്ക്കാണെങ്കിൽ അത് വലിയ വിശ്വാസമൊന്നും തോന്നില്ല. ആ സമയം ട്രങ്ക്സ് അവനാണെങ്കിൽ ഗോട്ടന്റെ അടുത്തേക്ക് വരും. നീ ഇത്തവണ മത്സരിക്കുന്നുണ്ടല്ലേ? അതിന് ഗോട്ടൻ പറയും, എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ അച്ഛൻ എന്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു. അതിനുശേഷം എന്നോട് ട്രെയിനിങ് എടുത്ത് മത്സരിക്കാനായിട്ട് പറഞ്ഞു. വജീറ്റി ആണെങ്കിൽ അത് കേട്ട് ഗോകുവിനെ നോക്കും. നമ്മുടെ മക്കളെ കൺവിൻസ് ചെയ്യാനും നമ്മുടെ പാതയിൽ കൊണ്ടുവരാനായിട്ടും നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലേ എന്ന് പറയും. അതിന് ഗോകു പറയും, അതെ, ഇവരിപ്പോ മടിയന്മാരായി പോയി. അങ്ങനെ അവർ പറയുമ്പോഴായിരിക്കും തന്റെ മകൾ പാൻ അവിടേക്ക് വരിക.
ഗ്രാൻഡ് ഞാൻ നന്നായിട്ട് ട്രെയിനിങ് എടുത്തു, ഞാനും ഇത്തവണ മത്സരിക്കുന്നുണ്ടെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ചിരിക്കും. ആണ് ഞങ്ങളുടെ ഫാമിലിയിലെ തീരെ വനിത, ഇവൾ ഉറപ്പായാലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുമെന്ന് പറയും. ഉടനെ വെജിറ്റ ആണെങ്കിൽ ഇപ്പോൾ ട്രങ്ക്സിനോട് പറയും, ഞാനും മത്സരിക്കുന്നുണ്ട്, മാർഷൽ ആർട്സിൽ മത്സരിക്കാനായിട്ട് പേര് കൊടുക്കണം. ഇത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. നീ മത്സരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിന്റെ പോക്കറ്റ് മണി ഞാൻ കട്ട് ചെയ്ത് പറയും. അത് കേട്ട് ട്രങ്ക്സ് ഞെട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മത്സരത്തിനായി എല്ലാവരും ആ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പിക്കലോ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഇത്തവണ ഞാൻ മത്സരിക്കുന്നില്ല, നിങ്ങളുടെ എല്ലാവരുടെയും മത്സരം കാണാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടെ മത്സരിക്കാൻ അകത്തേക്ക് പോകും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ നമ്മുടെ സെയ്റ്റാൻ ആണെങ്കിൽ ആ മാജിക് ബൂവിന് ഒരുപാട് ഫുഡ് കൊടുക്കുകയാണ്. ഉറപ്പായാലും നീ തന്നെ ഈ മത്സരത്തിൽ ജയിക്കണം. പക്ഷെ ഒരു കാര്യം, മുഴുവൻ ശക്തിയെടുത്ത് നീ ഫൈറ്റ് ചെയ്യരുത്, ആൾക്കാർ മരിച്ചു പോകും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിനവൻ ഓക്കെ പറയും. അപ്പോഴായിരിക്കും പുറത്ത് ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം ആൾ കേൾക്കുക. ഡോർ തുറക്കും. പുറത്ത് ഗോകുവും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഡോട്ടർ പാനെ കണ്ട സന്തോഷത്തിൽ സെയ്റ്റാൻ ആണെങ്കിൽ പാനെ എടുത്ത് ഹഗ് ചെയ്യും. എന്റെ മത്സരം കാണാൻ എന്റെ കൊച്ചു സുന്ദരി വന്നുവല്ലോ എന്ന് ചോദിക്കും. അതിന് പാൻ ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ഞാൻ കാണാൻ വന്നതല്ല, മത്സരിക്കാൻ വന്നതാണ്. ഞാൻ മാത്രമല്ല, എന്റെ പപ്പ, ബ്രദർ എല്ലാവരും ഉണ്ട്. അങ്കിള്, ഗ്രാൻഡ് പാ, അങ്ങനെ എല്ലാവരും ഇവിടെ മത്സരിക്കാനായി വന്നിട്ടുണ്ട്. അത് കണ്ട് ഇപ്പൊ സെയ്റ്റാൻ ആണെങ്കിൽ ഞെട്ടും. ഗോകു ആണെങ്കിൽ സെയ്റ്റാനോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞങ്ങൾ ആരാണോ ഫൈനലിൽ എത്തുന്നത് ഇത് ജയിക്കാനായിട്ട് ഞങ്ങൾ തോറ്റു തരാം, അപ്പൊ പ്രശ്നമില്ലല്ലോ എന്ന് പറയും. അത് കേട്ട് സെയ്റ്റാൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മത്സരം കാണാനായിട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഗോഹാൻ ആണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. വളരെ ചീപ്പായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇരുത്തിയത്. ഉൽമയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടാതെ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, ഞാൻ എന്റെ അച്ഛൻ സെയ്റ്റാനോട് പറഞ്ഞു ഇപ്പോ ഈ സീറ്റൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് ആണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കാര്യം പറയും. അതിനുശേഷം അവർക്ക് ദൂരെ നിന്ന് VIP സീറ്റ് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇത് ആങ്കർ ആണെങ്കിൽ മത്സരം നടക്കാനുള്ള അനൗൺസ്മെന്റ് കൊടുക്കുകയാണ്. ജനങ്ങളെല്ലാവരും അവരുടെ സന്തോഷം ആരോ അറിയിക്കും. ഗോകുവും ഗോട്ടനും ട്രങ്ക്സും എല്ലാവരും അവിടേക്ക് കടന്നു വരും. മത്സരങ്ങളിലായിട്ട് ബൂ കണ്ടിന്യൂസ് ആയിട്ട് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ബൂവിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മത്സരാർത്ഥികളെല്ലാം തന്നെ ഇപ്പൊ വേദിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു സ്പോട്ട് എലിമിനേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എലിമിനേഷനിൽ ഔട്ടായി ഫൈനൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ജയിക്കുന്ന ആൾക്ക് സെയ്റ്റാനുമായിട്ട് പോരാടാനുള്ള അവസരം അത് ലഭിക്കും. അത് കേട്ട് എല്ലാവരും ഇപ്പൊ കൈയടിക്കുകയാണ്. ഇവിടെ ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് ചോദിക്കും, നിന്റെ അച്ഛൻ പറഞ്ഞ ആ വലിയ എതിരാളി ആരാണെന്ന് നിനക്കറിയോ? അതിന് ഗോട്ടൻ പറയും, ഇല്ല. ഇവിടെ വെജിറ്റയും അതേ ചോദ്യം തന്നെ ഗോകുവിനോട് ചോദിക്കും. അതിന് ഗോകു പറയും, അല്പം കൂടെ നീ സമാധാനത്തിൽ വെയിറ്റ് ചെയ്യൂ. ഗോകു ആണെങ്കിൽ ഇപ്പോ പറയും, നീ സെയ്റ്റാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കൂ, എനിക്ക് ഒരു ചെറിയ ഫേവർ നീ ചെയ്തു തരണം. 2 നമ്പേഴ്സ് അത് നീ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് തരണം. അതിനവനാണെങ്കിൽ ഓക്കെ പറയും. ആ സമയം ഇവിടെ ഗോട്ടനെ ഫസ്റ്റ് നമ്പർ എടുക്കാനായിട്ട് ആങ്കർ വിളിക്കും. ഗോട്ടൻ ആണെങ്കിൽ 8ാമത്തെ നമ്പർ ആയിരിക്കും കിട്ടുക. അതിനുശേഷം ഓരോരുത്തരായിട്ട് അവരുടെ ബോൾസ് നമ്പറും എടുക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ബൊൽമയാണെങ്കിൽ മൊട്ടപ്പനോട് നീ എന്തുകൊണ്ടാണ് മത്സരിക്കാത്തതെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഗോകു മത്സരിക്കുന്നുണ്ട്, അവനോടൊപ്പം മത്സരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്പർ 18 ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ കളിയാക്കും. അതിനുശേഷം ഇവിടെ കുഞ്ഞിപ്പെണ്ണ് പാൻ ആണെങ്കിൽ അവളുടെ നമ്പർ എടുക്കും. നമ്പർ 1 ആയിരിക്കും അവൾക്ക് കിട്ടുക. സെയ്റ്റാൻ ആണെങ്കിൽ അവളുടെ ഓപ്പണന്റിനെ കണ്ണു ഞെട്ടും, വലിയൊരു ചിമ്മൻ. ശേഷം ഗോകുവിന്റെ പേര് വിളിക്കും. ഗോകു ആണെങ്കിൽ ഇപ്പൊ ബൂവിനോട് അവൻ നമ്പർ 3 നമ്പർ വേണമെന്ന് ആവശ്യപ്പെടും. അതിന് ബൂ ആണെങ്കിൽ ഓക്കെ പറയും. ഗോകു ബോൾ എടുക്കും. അവന്റെ എക്സാക്ട് നമ്പർ 6 ആണ്, പക്ഷെ അത് 3 ആക്കി മാറ്റി ഗോകുവിന് ഇപ്പോ 3ാമത്തെ നമ്പർ കിട്ടും. അടുത്തായിട്ട് ലോട്ട് എടുക്കാൻ വരുന്നത് കിരാഡോ ആണ്. ഗോകു ആണെങ്കിൽ ബൂവിനോട് പറയും, ആ കിരാഡോ എടുക്കാൻ പോകുന്ന ബോള് അത് നമ്പർ 6 ആക്കി മാറ്റണം. അത് കേട്ട് ഇപ്പൊ ബൂ ആണെങ്കിൽ അത് നമ്പർ 6 ആക്കി മാറ്റും. വെജിറ്റ ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, അവനാണോ നീ പറഞ്ഞ വില്ലൻ? ഗോകു ആണെങ്കിൽ അതിന് മറുപടി കൊടുക്കില്ല. ഇനി വരാൻ പോകുന്നത് ഒരു ചെറിയ ചെക്കനാണ്. അവനെ കാണേണ്ട താമസം ബോവിനോട് ഗോകു പറയും, അവന്റെ നമ്പർ 4 ആക്കി മാറ്റ്. വെജിറ്റ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും, ഇവനാണോ ഇത്രയും പവറുള്ള ആളാണെന്ന് നീ പറഞ്ഞത്? അവനെ കണ്ടിട്ട് അപ്രകാരമൊന്നും എനിക്ക് തോന്നില്ലല്ലോ. ഗോകു ആണെങ്കിൽ വെജിറ്റയോട് പറയും, അവന്റെ പേര് കേട്ടില്ലേ, ഊബ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരാഗ്രഹം പറഞ്ഞിരുന്നു, അതായത് നെഗറ്റീവ് ബൂ അവൻ മരിച്ചതിന് ശേഷം നല്ലൊരു സ്വഭാവമുള്ള ഒരാളായി തിരികെ എത്തണമെന്ന്. അവനുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന ആ ഊ പയ്യൻ അത് ബൂവിന്റെ ഒരു നല്ല വെർഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് അത്ഭുതത്തോടു കൂടെ വെജിറ്റ അവനെ നോക്കും. ഊ പയ്യനാണെങ്കിൽ ചുറ്റും നോക്കും. ഓ നോ, എന്റെ ഗ്രാമത്തിൽ ഞാൻ വളരെ ശക്തനാണ്, പക്ഷെ ഇവിടെയുള്ളവരെല്ലാവരും എന്നെ കഴിഞ്ഞ് ശക്തന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരോടും ഞാൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങി വരുമെന്നാണ് പറഞ്ഞത്. ഒരു തുക കിട്ടിയാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടിണി മാറ്റി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് കഴിയൂ. പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഗോകു ആയിട്ടാണെന്ന് പറഞ്ഞ് അവൻ ഭയന്ന് നിൽക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ മത്സരാർത്ഥികളുടെ ഡീറ്റെയിൽസ് അതൊന്നൊന്നായിട്ട് പറയും. ആദ്യം നമ്മുടെ പാൻ, അവൾ മത്സരിക്കാൻ പോകുന്നത് ആ ജിമ്മൻ. രണ്ടാമതായിട്ട് ഗോകു, അവൻ മത്സരിക്കാൻ പോകുന്നത് ഊബിനോട്. പിന്നീട് ബൂവും ഗോട്ടനും വെജിറ്റയും
വെജീറ്റയും അങ്ങനെ ഓരോരുത്തരായിട്ട് മത്സരിക്കുന്ന സ്റ്റാറ്റസ് അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തോട്ടനാണെങ്കിൽ അവൻ ബോവിന്റെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഭയപ്പെടും. അതേസമയം ജിമ്മനാണെങ്കിൽ നമ്മുടെ പാൻ കുഞ്ഞിനെ കളിയാക്കും. ഇതുപോലുള്ള ഇള്ള കുട്ടിയായിട്ടാണോ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടത്, എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് വജീറ്റയുടെ ഓപ്പണന്റ് ആണെങ്കിൽ അവനെ കളിയാക്കും. വജീറ്റ ആണെങ്കിൽ അവനെ അടിച്ചു തെറിപ്പിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.